ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഞാൻ കുറച്ചേരം എണീച്ചിട്ട് ഇവിടെ ഇരുട്ടാണ്, ലേറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇന്നലെ ഒരു രാത്രി പകുതി സമയമൊക്കെ ആയപ്പോൾ പോയതാണ്. ഞാൻ നല്ല ലേറ്റ് ആയിട്ടാണ് പിന്നെ കിടന്നത്, ഉറക്കം വരുന്നുണ്ടായില്ല എന്തോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ അവർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഒലീസല്ലേ അതെ, ബ്ലാക്ക് ഒലീസ്, പിന്നെ ഇതാ ജാമ്, എഗ്ഗ്, പിന്നെ നട്ട്സ്, ബ്രെഡ്, ഇതെല്ലാം കൂടെ ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണേ. അവിടുന്ന് ഞാൻ ബാഗെല്ലാം പാക്ക് ചെയ്ത് ഞാൻ ഇറങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ തന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്, ബായ് പറഞ്ഞിട്ടുണ്ട്. സോ അവര് ധൃതി വെച്ച് വേറെ അങ്ങോട്ട് പോവാൻ നിൽക്കാണ് കേട്ടാ. പിള്ളേരാണ്, പിള്ളേരെല്ലാം ഉമ്മെല്ലാം തന്നിട്ട് ബായ് പറയുന്നു. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോവാണ്. ഞാനിതാ ലിഫ്റ്റ് അടിച്ച് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാരോ മരണപ്പെട്ടാന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതാ ബോഡിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന കാണുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടുന്ന് കസാബ്ലാങ്ക സൈഡിലേക്കാണ് പോകുന്നത്. സോ കാരണം നാളെ എനിക്ക് ഫ്ലൈറ്റ് ഉണ്ട് കസാബ്ലാങ്കയിൽ നിന്നാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 300 കിലോമീറ്റർ ഉണ്ട് കസാബ്ലാങ്കയ്ക്ക്. അപ്പം ഞാൻ വിചാരിച്ചു ആ സൈഡിലേക്ക് എവിടെയെങ്കിലും പോയിട്ട് ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിന്നെ നാളെ അങ്ങനെ പോകാമെന്ന്. കാരണം നാളെ വൈകിട്ടാണ് എനിക്കിത് ഫ്ലൈറ്റ്. എന്താ ലിഫ്റ്റ് അടിച്ചുകൊണ്ട് നിൽക്കാം കേട്ടോ. ആ നിൽക്കുന്ന പിള്ളേരുണ്ടല്ലോ, ആ ചെറിയ പിള്ളേർ മൊത്തം ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് കേട്ടോ. ആ ബാക്കിലെ മൗണ്ടൈൻസ് ഒക്കെ നോക്ക്, ഫുള്ള് സ്നോ മൂടി കിടക്കുന്നതാ കാണുന്നേ. എനിക്കിതാ ഈ ഒരു കാറിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതേ പിള്ളേർക്ക് മൊത്തം കിട്ടിയിട്ടുണ്ട് കേട്ടാ. 4 പിള്ളേരുണ്ട്. 4 പിള്ളേർക്ക് എനിക്കും ലിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടാ. ഹിന്ദി എല്ലാം പറയുന്നത്, ഹിന്ദി സിനിമ എല്ലാം കണ്ടിട്ട് ഇവർക്ക് ആക്ച്വലി ഹിന്ദി അറിയുന്നുണ്ടാവും കേട്ടോ. അതാണ്. ഞാനിത് ഒരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആള് ഇവിടെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. ഇങ്ങനെ കാണിച്ചു ഡയറക്ഷൻ. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫ്രാൻസിലെ ആളാണ് എനിക്ക് ലിഫ്റ്റ് തന്നത്. പക്ഷെ ആളിപ്പോൾ ഒരു 3 വർഷമായിട്ട് മൊറോക്കോയിൽ സെറ്റിൽ ആയിട്ടുണ്ട്. ഇവിടെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഫ്രഞ്ച് ആണുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഫ്രഞ്ച് അറിയാം കേട്ടോ. എല്ലാവരും എന്നോട് ചോദിക്കും ഫ്രാൻസ് അറിയോ അങ്ങനെ ചോദിക്കും. ഫ്രണ്ട്സേ അങ്ങനെയാണ് ചോദിക്കാട്ടോ. അവിടുന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നപ്പോൾ വേറെ വണ്ടി ലിഫ്റ്റ് അടിച്ചാണ് കേട്ടോ. ഇപ്പോൾ ഓൾറെഡി ഇത് ഡയറക്റ്റ് കസാബ്ലാങ്കയ്ക്കാണ് ലിഫ്റ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ വേറെ എവിടെയെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ പോകാനാണെങ്കിൽ ടൈമും ഇല്ല. നാളെ രാത്രി ഫ്ലൈറ്റും. അപ്പോൾ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ നാളെ വൈകുന്നേരം വരെ സമയവും ഉണ്ട്. ഞാനൊരു വണ്ടി ലിഫ്റ്റ് അടിച്ച് കസാബ്ലാങ്കയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എയർപോർട്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞാൻ ഇറങ്ങി, എന്നിട്ട് ഇങ്ങനെ നടക്കുവാണ്. നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ വന്ന് സംസാരിച്ചു. ഹായ്, ഹൗ ആർ യു? I'm good. How are you? That's great. You're welcome and everyone come here. He's welcome. Yeah, thank you. ഞാൻ ഇങ്ങനെ നടന്നു പോകുന്നതിൻ്റെ വഴിയിലില്ലേ, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുക പോലും ഇല്ല. പുള്ളിക്കാരി എൻ്റെ അടുത്ത് ചോദിച്ചാൽ എവിടെ പോകണമെന്ന്. ഞാൻ പറഞ്ഞു ഇന്ന് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യും, നാളെ ഞാൻ പോകുന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വീട്ടിലേക്ക് വരുന്നോന്ന്. ജസ്റ്റ് ഒന്നും ചോദിക്കാണ്ട് എൻ്റെ അടുത്ത് വീട്ടിലേക്ക് വരുന്നോന്ന്. ഞാൻ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ ആളുടെ വീട്ടിലേക്ക് പോവാണേ. അതാണ് ഇവിടെ. അത് എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ചെറിയ കുട്ടിയാണ്, ലൈക്ക് 18-19 ആയിട്ടുള്ളൂ. അപ്പോൾ വീട്ടിൽ വിളിച്ച് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ലൈക്ക് ഇൻവൈറ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഓക്കെ പറഞ്ഞില്ലേ. അപ്പോൾ പുള്ളിക്കാർ വീട്ടിലെല്ലാം വിളിച്ചൊക്കെ ചോദിക്കുവാണ് കേട്ടോ. കാരണം ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ വീട്ടുകാരോടൊക്കെ വിളിച്ച് ചോദിക്കണ്ടേ. Indian songs? Yeah, a lot. Like Bollywood songs, I know them and I love them and I am a Bollywood song. Yeah, of course. Hrithik Roshan. You have a boyfriend from India? No, it was my fiance. No. Okay. ഫിയാൻസ് ഇന്ത്യയിലാന്ന് പറഞ്ഞു കല്യാണം കഴിക്കാൻ പോകുന്ന ആളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻ സൈഡിൽ എവിടെയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മളിങ്ങനെ നടന്ന് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോയി നോക്കട്ടെ എന്താ അവസ്ഥ എന്നറിയില്ല. എന്തായാലും നാളെ വൈകുന്നേരമാണ് എനിക്ക് ഫ്ലൈറ്റ്, അതുവരെ സമയമുണ്ട്. ഞാനിത് അവരുടെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എൻ്റെ ലാസ്റ്റ് ഡേ ആണെന്ന്. എനിക്ക് സന്തോഷം സങ്കടം ഒക്കെയാണ് ഒരുമിച്ച്. എന്താ പറയുന്നത്, ഈ രാജ്യം വിട്ടു പോകണതിൻ്റെ സങ്കടവും എന്താ പറയുക പുതിയ രാജ്യത്ത് പോകണതിൻ്റെ സന്തോഷത്തിലൊക്കെയാണ്. അപ്പോൾ ഞാനിത് അവരുടെ വീട്ടിൽ വൈകുന്നേരം കഴിക്കുന്ന സമയമാണ്, ഈവനിങ്ങിൽ. ഇതാ ഇവിടെ പുള്ളിക്കാരിണ്ട്. ഹായ്, ഇത് പുള്ളിക്കാരുടെ ഫാദറാണ്. ഹായ്, ഹൗ ആർ യു? Yeah, I'm good. Welcome. Thank you so much. What's your name? Yusuf Hakimi. Oh, the footballer Hakimi. Yeah. No, okay. it's not my cousin. Okay. ഇവിടെ പുള്ളിക്കാരനാട്ടോ ഇവിടെ ഫുഡെല്ലാം ഉണ്ടാക്കിയത്. ഇവിടെ നോക്ക്, എൻ്റെ അടുത്ത് പറയാണ് ഇന്ന് ഫുഡൊന്നും കാര്യമായിട്ടില്ല, പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അറിയുമായിരുന്നെങ്കിൽ അവർ കുറേ ഫുഡെല്ലാം ഉണ്ടാക്കിയേനെന്ന്. ജസ്റ്റ് എന്നെ വഴിയിൽ നിന്ന് കണ്ടിട്ട് അങ്ങനെ വിളിച്ചിട്ട് കൊടുന്നതാണ്. ഇത് സോസേജും എഗ്ഗും ഉള്ളിയൊക്കെ വെച്ചിട്ടൊരു സാധനം.
പിന്നെ ഇവിടുത്തെ ഒരു സൂപ്പ് ഞാൻ അന്ന് കുടിച്ചു, പക്ഷെ വീട്ടിലത്തെ സൂപ്പാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ ഈത്തപ്പഴം, പിന്നെ എന്താ പറയുക, ചീസ്, അത് ഇത് ഓൾമോസ്റ്റ് എല്ലാവിടെയും ഉള്ള കേട്ടോ. ഇതും ഈ ചീസും ഒലീവ് ഓയിൽ ബ്രെഡിൽ മുക്കി കഴിക്കും. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡാണ്. പിന്നെ എന്താ ഇത് പൊട്ടാറ്റോയും പിന്നെ മറ്റേ എന്താന്ന് പറയാ ടൊമാറ്റോ, we do it in bread and we eat it. ബ്രെഡിന്റെ കൂടെ വെച്ചിട്ട് കഴിക്കുന്ന പറയുന്നത്. ഇത് വൈകുന്നേരത്തെ ഫുഡ് അപ്പൊ കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. Bread ate, which means pot of tea. This one. Okay. For me, I don't drink tea. You don't? No. It's not alcohol. No, I don't drink tea. But I drink alcohol. It's the same. അത് ആൽക്കഹോൾ അല്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ആൽക്കഹോൾ കുടിക്കുന്നു. അപ്പൊ പറയാം എന്നാ അത് ആൽക്കഹോൾ ആണെന്ന്. I'm the first in this family. What? To drink alcohol. Oh, he drink? Okay. I drink very sometimes, occasionally. For your I'm get off you. ഇവരെല്ലാരും സംസാരിക്കും കേട്ടോ. ഇത് എന്തായിരുന്നു പേര്? What's your good name? I forget. യൂനസ്. ഓക്കെ, യൂനസ് ഇത് പുള്ളിക്കാരിയുടെ ബ്രദർ ആണ് കേട്ടോ, മൂത്ത ആളാണ്. പിന്നെ ഇതാ വേറെന്തോ പാസ്തയോ ട്യൂണ പാസ്തയോ അങ്ങനെ എന്തോ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. my mom shy. നോ. ഓക്കെ ഹായ്. അയ്യോ എന്ത് ക്യൂട്ടാ നോക്ക്. യു ആർ സോ ക്യൂട്ട്, യു ആർ ബ്യൂട്ടിഫുൾ. ഐ എം സെയിങ്. പേരെന്താണെന്നറിയോ? നിമ റൈറ്റ്? അരുണിമ, നിമ. ഭയങ്കര രസമുണ്ട് കേട്ടോ. 3 മക്കളാണ്. പുള്ളിക്കാരി ഷീ ഓൾസോ ഷൈ. ഓക്കെ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. കം സിറ്റ്. അയ്യോ ജസ്റ്റ് നോക്ക്, ഒരു പരിചയമില്ലാത്ത എന്നെ വഴിയിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എന്നെ ട്രീറ്റ് ചെയ്യുന്ന രീതി മൊറോക്കൻസ് ഒന്നും പറയാനില്ല. എനിക്ക് വേറെ എവിടുന്ന് ഇത്രയും ഫീൽ ചെയ്തിട്ടില്ല. ദ ബെസ്റ്റ് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. ഐ എം സോ ഹാപ്പി. താങ്ക് യു. അപ്പൊ ഞാൻ ഇതെല്ലാം കഴിക്കട്ടെ കേട്ടോ. Ramadan, Ramadan, I know. This given the vibe of Ramadan. Same thing. Okay. റമദാൻ ഇപ്പൊ ഇനി വരാൻ പോവാണല്ലോ ഫെബ്രുവരിയിൽ എങ്ങോട്ടോ. ഐ തിങ്ക് ഇൻ ദ ഫെബ്രുവരി ഇറ്റ്സ് ഗോയിങ് ടു ബി No, in March. ഫെബ്രുവരി ഐ തിങ്ക്. സോ ഞാൻ അതെല്ലാം കഴിക്കട്ടെ കേട്ടോ. എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സാന്നെല്ലാം പറഞ്ഞിട്ട് ഇട്ടിട്ട് വന്നേക്കാണ് കേട്ടോ. എനിക്കറിയാം, ഞാൻ ഓൾറെഡി എല്ലാ ദിവസവും ഇത് കാണുന്നല്ലേ. സോ യു വിയർ ദിസ് ഫോർ ദ വിന്റർ, right? Yes. In the summer, what you wear then? Any other traditional dress? You have same like this another traditional dress when you wear the in the More light. okay, the same like but Gandora. Yeah, it's same but it's light level bit. This one is heavy. heavy. Okay. Leba. Okay. Jileba? Yeah, we have a sweet in India, jalebi. Jalebi. Yeah, you know? Say You know jalebi, right? I know jalebi in gulab jamun, and I tried once to cook this, but I forgot. You do like it's like a bread, but it's small, and you do inside it like a tomato in the onion, right? Like cutting like a salad, and you put it inside, and you put liquid, green liquid. I forgot the name. What is it? I will show you. I have a picture of it. Like round? Yeah, round, and you do like. Okay, pani puri. Right, I did it. I did it before. പാനിപൂരി അറിയില്ല. ഇതെല്ലാം ഇതിനെ പറ്റിയെല്ലാം കൂടുതൽ പഠിച്ചിട്ടുണ്ട്, കൂടുതൽ അറിയാം കേട്ടാ. പാനിപൂരി പക്ഷെ നമ്മുടെ അവിടെ ഉള്ളതല്ലോ. I tried that time. I will show you if I find it on my phone. I will show you. Yeah, I know. شو كيفاش كتصور بحكم هالسيلفي. انا كدور هكا نبدا نصور فيكم نشوف. شمشي كيفاش نقدر نصوركم شي بحكا. زين مجاش معايا فلوجر. This is my sister and this is our guest. This is me. ഇവിടെ ഒരു കടയിൽ വന്നാണ് കേട്ടോ. ഞാനപ്പോ ഈ കൊച്ചിന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇവള് സമ്മതിക്കുന്നില്ല. ഞാൻ ചീത്ത പറഞ്ഞോണ്ടിരിക്കുകയാണ്. ടേക്ക് മോർ. ഞാനപ്പോ ഇവിടെ കടയിൽ വന്നിട്ട് ഇതാക്കപ്പോ ഇവള് സമ്മതിക്കുന്നില്ല കേട്ടോ. എന്ത് ചെയ്താല് ഞാൻ കൊടുക്കാൻ നിൽക്കാണ് പൈസ എല്ലാം. നമ്മളിതാ ഇതുവഴി ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടി വെറുതെ ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല, ഇവിടെ കാണാനുള്ള എയർപോർട്ടാണ്, തൊട്ടപ്പുറം ഉണ്ട്. അപ്പോൾ ഐ എം സെയിങ്
here nothing to see, but we Yeah, are just it is just walking, darkness. and here only to see the airport that I'm already going to visit tomorrow. Yeah. And So- there is only darkness, but Yeah. in the morning there is green everywhere, Yeah. and it's beautiful. Yeah, beautiful. Yeah, and the people are so good. The food is so good. I can say. Yes, And and I'm very happy that here you speak good English. yeah. Good English, but we like speak better English, but we haven't practiced it since a long time. You Yeah, know? I know, I was know. studying German language, so the ideas are stuck in my head, like Yeah, they're I fighting each understand. other. I understand. Yeah. So you speak Arabic, French, French, And German, and German, English. English. That's good. അടിപൊളി. ഇത്രയും ലാംഗ്വേജസ് അറിയാം കേട്ടോ. ഈ ചെറിയ മോൾക്ക് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നുള്ളൂ. ഫ്രഞ്ചും യു സ്പീക്ക് ഫ്രഞ്ച് ആൻഡ് അറബിക്. She speaks only Arabic and she's learning French. ഓ ലേണിംഗ് She's ഫ്രഞ്ച് still, പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. we're trying to include her in the conversation sometimes. Yeah, I So understand. She must learn Yeah, she English must learn. and French. But in Morocco, especially French. Yeah. Because we study in it. we have learned English, so it was wrong. So But how do you Movies. learn? movies. Movie songs. That's all. Really? Yeah, wallah. That's great. It's not Series. from. Serious? Yeah. It's Wow. not from school. Because school we study English just 2 years or 3 years. Max. ഓക്കെ മാക്സിമം Yeah. 3 വർഷമൊക്കെ മാക്സിമം പഠിക്കുള്ളൂ കേട്ടോ ഇംഗ്ലീഷ് എല്ലാം. പക്ഷെ ഇവര് We start studying English in Morocco until the 9th grade. Yeah. So when I started studying English, I was steps ahead from my friends in Okay. You know, because I've always watched the movies, Yeah, that's good. series, yeah, But in India documentaries. all English. Because it's your second language. But Yeah. us from primary school, we just study in French. Me now in university, all my subjects it's in French, Okay. and there is nothing in Arabic. Like literally nothing in Arabic. Okay. So, yeah. So mostly French Yeah. because I'm hitchhiking auto stop. Ah, Yeah, so everyone like- ask it's you like- speak In French. French, yeah. I said no. It's like you in India. It's the invasion. That's why we speak English, but that's why Yeah, I that's understand. why we speak French. Yeah, because British colonization. Yeah. That's Plus we why have a French colonization. Yes. Colonization. Yeah, For us, it's also colonization. Spanish. Yeah. Because Morocco was divided Yeah. between. So, but the in north- Tangier, that area, people speak Spanish. because more people. they are too close to Yeah, Spain. very close. Yes. And Yeah. my mom, she learned in high school Spanish instead of English. Because that time you choose, you want to study in English or Spanish. Okay. So she studied. French. She Okay. no, mama خلاص بريمية. Arab show. Yeah. അപ്പൊ അങ്ങനത്തെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എൻ്റെ ട്രാവൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നടക്കാണ്. ഇവന് എന്നെപ്പോലെ ട്രാവൽ ചെയ്യണം എന്നാണ് ആഗ്രഹം. ജോലി റിസൈൻ ചെയ്യാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ക്യാമറ ഒക്കെ എടുത്ത് നോക്കുന്നുണ്ടായി. പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ഇങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കുറേ ക്യൂട്ടായിട്ടുള്ള ഡോൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ചെറിയ കൊച്ചിന് എൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് എന്നെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലത്തെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മേടിച്ചിട്ട് ഞാൻ കൊടുക്കുകയാണ്. എന്താ പറയുക, ലാസ്റ്റ് ഡേ ആണ്. ക്യാഷ് ഞാൻ വീണ്ടും മാറി, ക്യാഷെല്ലാം എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്. ഇത്രയും ദിവസം താമസിച്ച വീട്ടിലൊക്കെ ഇതുപോലത്തെ വലിയ ഗിഫ്റ്റൊന്നും കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ലാസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് ഞാൻ ഗിഫ്റ്റെല്ലാം മേടിച്ച് എല്ലാവർക്കും കൊടുക്കുന്നത്. പിന്നെ എനിക്ക് എന്താ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഭയങ്കര വിഷമമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം മേടിക്കുന്നത്. എന്ത് രസമാണ് ഇവിടെ എല്ലാവരും കാണാനെന്നറിയോ. എന്ത് സ്നേഹമാണ്. അവരുടെ മനസ്സും ശരീരവും അവരുടെ മുഖവും എല്ലാം അടിപൊളിയാണ്. വീണ്ടും വീണ്ടും ഓരോ ഫുഡ് കൊടുന്നേക്കാണ്. ഇത് ആളുടെ ഫാദർ ഉണ്ടാക്കിയതാണ്. വീട്ടിൽ തന്നെ പോപ്കോൺ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വാൾനട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഫ്രൂട്ട്സ് പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ ഒക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഗുഡ് മോർണിംഗ്. ഇന്നലെ അവിടെ കിടന്നുറങ്ങിയിട്ട് ഇതാ പിറ്റേ ദിവസമായിട്ടുണ്ട്. ഹലോ, നമ്മളിതാ റെഡി ആയിട്ട് പുറത്തേക്ക് പോവാണ്. ഞാൻ ഇപ്പോൾ പോകുന്നത് വി ആർ ഗോയിങ് ടു സീ ദ മെദീന കസബ്ലാങ്ക, ഓൾഡ് സിറ്റി എല്ലാം കാണാൻ വേണ്ടി പോകണം. അവിടെ അടിപൊളിയാന്ന് പറഞ്ഞിട്ട് ഞാൻ ആക്ച്വലി കസബ്ലാങ്കയിൽ 2 days ഉണ്ടായിരുന്നപ്പോഴും അന്ന് നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എവിടെയും എക്സ്പ്ലോർ ചെയ്യാൻ പോകാണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും വൈകുന്നേരമാണ് എനിക്ക് ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ ഇവളെയും കൂട്ടിയിട്ട് പോകുന്നു. ഞാൻ തന്നെയാണ് പറഞ്ഞത് നമുക്ക് അങ്ങോട്ട് പോയാലോ. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. വി ആർ ഗോയിങ് ടു ടേക്ക് ഓട്ടോ സ്റ്റോപ്പ്.
You used to do? Yeah, I go university with it. So in Morocco, people do hitchhiking? Yeah, it's fine for us. Yeah. It's Like not a woman, shame. Yeah, men, everyone. Yeah, it's fine for us. ഓക്കെ. ഞാൻ നേരത്തെ എല്ലാം കണ്ടില്ലായിരുന്നോ കുഞ്ഞു പിള്ളേരെല്ലാം ഇങ്ങനെ ലിഫ്റ്റ് അടിക്കുന്നത്? അതുപോലെ ഇവിടെ എല്ലാവരും ലിഫ്റ്റ് അടിക്കും. ഇവളും യൂണിവേഴ്സിറ്റിക്കൊക്കെ പോകുന്നതൊക്കെ ലിഫ്റ്റ് അടിച്ചിട്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചാൽ എങ്ങനെയാണ് പോകുന്നത് നമ്മളിന്ന്, ട്രെയിനിനാണോ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറയാം ഓട്ടോ സ്റ്റോപ്പ്. അപ്പോൾ ഞാൻ ഓട്ടോ സ്റ്റോപ്പാണോ, ലിഫ്റ്റ് അടിക്കുമോ? ഞാൻ ലിഫ്റ്റ് അടിച്ചാൽ പോകണം. പക്ഷെ അതായത് ഇവിടെ എല്ലാവർക്കും അറിയാം. അത് ഞാനിങ്ങനെ അതുകൊണ്ടായിരിക്കും എനിക്ക് പെട്ടെന്നല്ല ലിഫ്റ്റ് കിട്ടിയതും. ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് ലിഫ്റ്റ് അടിക്കുന്ന സമയത്ത് ഞാൻ അവരോട് പറയും ലിഫ്റ്റ് അടിച്ചാണ് ഇങ്ങനെ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അത്ഭുതമൊന്നുമില്ല കേട്ടോ. അവർക്കൊരു കുഴപ്പമില്ല, സേഫ് ആണോ എന്ന് മാത്രം ചോദിക്കുന്നത്. കാരണം ഫുള്ള് ലോങ് ആയിട്ട് ഞാൻ പോകുന്നതല്ലേ, അത് മാത്രമാണ് അവർ ചോദിക്കുന്നത്. What? Cow, yeah. In the street. What you think? What about cow? People think. ഞാൻ ഇന്നലെ ബീഫ് കഴിച്ച കാര്യം പറഞ്ഞപ്പോൾ ചോദിക്കുക ഞാൻ ബീഫ് കഴിക്കോ ഇന്ത്യയിലല്ലേന്ന്. We eat beef. I know. I eat. My favorite. Yeah, also we eat it here. It's no South problem. India. Like, In South India, Kerala, my state, most of the people eat beef. I thought Like at Christian, Hindu, Muslim, anyone. First, I thought at first Hindu don't eat meat. Like Yeah, all you of thought them. all Yeah. Hindu don't eat beef. Yeah. Yeah, many people think like that. Yeah, because that's the image. That's Yeah, the total image. the image from social media, the medias. Yeah. Of Yeah, I know. അങ്ങനെ ഐ നോ എല്ലാവരും അങ്ങനെയാണ് വിചാരിക്കുക കേട്ടോ. നമ്മൾ ഇന്ത്യയിൽ ഹിന്ദു ആയിട്ടുള്ളവരാരും കഴിക്കില്ല എന്നുള്ളത് അതങ്ങനെ കൂടുതലൊരു തെറ്റിദ്ധാരണ ഉണ്ട്. ഇപ്പോൾ കാരണം നോർത്ത് ഇന്ത്യയിലൊക്കെ കൂടുതലും വെജ് ആയിട്ടുള്ളവരാണ്. ഈവൻ ഇൻ നോർത്ത് ഇന്ത്യ മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് ഈറ്റ് ചിക്കൻ, goat, anything. They just eat veg. They are vegetarian. Most of them are vegetarian. That's too much like bad. Like at least chicken. Why Yeah, not? yeah, at That's least it. chicken. Yeah, but most of the people are like that. ഞാൻ ഇങ്ങനെ പോകുമ്പോൾ എന്തൊക്കെയോ പറയുന്നത് ഭയങ്കര അത്ഭുതമാണ്. ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ വേറെ ഭാഷ സംസാരിക്കുന്നു അങ്ങനെയൊക്കെ. ഇന്നലെയൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ ഓരോ ആൾക്കാർ വന്ന് നമ്മളോട് സംസാരിച്ചിട്ടാ. നമുക്കിത് ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടോ. It's just half the way. It's not all the way. അതിനോ വളരെ കുറച്ച് ദൂരമുള്ളൂ, ഒരുപാട് ദൂരം ഇല്ലെന്ന്. വേണ്ടാ ഇതിൽ ഓൾറെഡി 2-3 ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടാ. എന്നിട്ട് നമ്മൾ ലിഫ്റ്റ് അടിച്ചിട്ടുള്ളത്. എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എൻ്റെ ആൾക്കാരവിടെ മൊത്തം ലിഫ്റ്റ് അടിക്കുന്ന ടീംസാണ്. ഇവിടെ എല്ലാവരും ചെറിയ ആൾക്കാരും വലിയ ആൾക്കാരും ഒക്കെ ലിഫ്റ്റ് അടിച്ച് തന്നെയാണ് പോകുന്നത് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം. എസ്പെഷ്യലി ഇങ്ങനെ യൂണിവേഴ്സിറ്റി സ്കൂള് പഠിക്കുന്ന പിള്ളേരൊക്കെ അങ്ങനെ ലിഫ്റ്റ് അടിച്ച് തന്നെയാണ് പോകുന്നത്. എന്നെപ്പറ്റി അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ വേറെ ഭാഷയിൽ സംസാരിക്കുന്നതുകൊണ്ട് ദേ എത്ര പെട്ടെന്നാ ലിഫ്റ്റ് കിട്ടും നോക്ക്. 2 പെമ്പിള്ളേർ ലിഫ്റ്റ് അടിക്കുമ്പോൾ എന്ത് ഈസിയാണ്. നമ്മൾ ചോദിക്കുന്നത് എവിടെ? I sit in the front or? Let's sit together. Okay, no problem. Okay, go. Okay. Thank you so much. Yeah. ഒരുമിച്ചായിരിക്കുന്നു, ഫ്രണ്ടിൽ ആരുമില്ല. India. Yeah, India. India. Yes. He's confused. He's confused. He's like, how you talk with me in Arabic, then again in English. No. And I'm like, no, I'm Moroccan. She's Yeah. okay. He's like, do the Yeah, seat belt. സീറ്റ് ബെൽറ്റ് ഇടുന്ന കണ്ടോ. ഫ്രണ്ടിൽ ആരും ഇരിക്കുന്നില്ല, പുള്ളി മാത്രമേ ഇരിക്കുന്നുള്ളൂ. നമ്മളെ നാട്ടിലാണെങ്കിൽ ഡ്രൈവറാന്നൊക്കെ പറഞ്ഞ് ഇതാക്കും. ഇവിടെ അങ്ങനെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാവരും ലിഫ്റ്റ് അടിച്ചിട്ടുണ്ടല്ലേ പോകുന്ന എപ്പോഴും, അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. സെറ്റ്. ഇനി കസാബ്ലാങ്ക്. ഹൗ ഫാർ ഇറ്റ് ഈസ് കസാബ്ലാങ്ക്? It's half hour like that in the highway. ഹാഫ് ആൻ അവർ. ഓക്കെ. നമ്മൾ ഓൾറെഡി ടോൾ റോഡിലാണ്, ഹൈവേയിൽ. അപ്പോൾ ഒരു അരമണിക്കൂർ എടുക്കുള്ളൂ. നമ്മളിത് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരെ പുള്ളിക്കാരനുണ്ടായിരുന്നുള്ളൂ. വീണ്ടും ലിഫ്റ്റ് അടിക്കുകയാണ്. ലിഫ്റ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ടാക്സി എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച്. കാരണം ഒരു 5 മിനിറ്റായി നമ്മൾ നിൽക്കുന്നത്. കാരണം ഇവിടെ അവൾ എന്നോട് പറഞ്ഞ് കൺട്രി സൈഡ് അല്ലല്ലോ, അപ്പോൾ ലിഫ്റ്റ് കിട്ടാൻ കുറച്ച് പാടായിരിക്കും എന്ന് പറഞ്ഞ്. എന്നാലും ട്രൈ ആക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. Let's see, we will get or not. Yeah, I don't think we can get from here because there is taxis and stuff. But let's try. Yeah, let's try. They are smiling. Yeah. Why they confused? Because here it's not all people they do this. Yeah, I know. സിറ്റി ആയതുകൊണ്ടാണ് ആരും ലിഫ്റ്റ് അടിക്കാത്തത്. കൺട്രി സൈഡിൽ എല്ലാവരും ലിഫ്റ്റ് അടിക്കും.
അതെനിക്കറിയാം, എപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടാണ് സിറ്റിയിൽ നിന്ന് ലിഫ്റ്റ് കിട്ടാനായിട്ട്. അന്നെല്ലാം ഞാൻ 1.5 മണിക്കൂർ നിന്നത് ഞാൻ നല്ല പോലെ ഓർക്കുന്നുണ്ട്. എന്നാലും ട്രൈ ആക്കാമെന്ന് മാത്രം. കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഷെയർ ടാക്സി ഉണ്ട്. ഷെയർ ടാക്സിക്ക് 5 ദിർഹമൊക്കെ വരുന്നത്. 5 ദിർഹം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 50 രൂപ. ഇന്ന് ഞാൻ ഇവളോട് പറഞ്ഞു എനിക്ക് തജീൻ കഴിക്കണം, തജീൻ എൻ്റെ ലാസ്റ്റ് ഡേ ആണ്, സോ ഞാൻ അവൾക്കും മേടിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ്. മേ ബി ഒരെണ്ണം നമ്മുടെ ഫാമിലി പോലത്തെ വലുത് മേടിക്കാൻ പറ്റും, ചെറുതും വലുതൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ മേടിക്കുന്ന സമയത്ത് നമുക്ക് 2 പേർക്ക് ലാവിഷായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. കാരണം എനിക്കിത് ലാസ്റ്റ് ഡേ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മിസ് ചെയ്യും. ഇപ്പം തന്നെ എനിക്കത് അയ്യോ മിസ് ചെയ്യല്ലോ എന്ന് ഓർത്തിട്ട് ഇപ്പം തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. ഞാൻ ഭയങ്കര fall in love with tagine, you know? Let's try seriously. I just love tagine. I love tagine. I love Morocco. Okay, but she didn't meet me before. If she meets me, I will teach her how to cook it. Yeah, I You're know. gonna change your YouTube channel to cooking with me. Yeah. But you meet me late. Yes, I'm already late. The last day. You know the time, the destiny is now. Yeah. That's why. It's fine. Another time, try. Go? No, you wanna go with this? Yeah, I go. I just love. No. They said no. ട്രൈ നോക്കട്ടെ. നമ്മളിവിടെ ട്രാമിൽ പോകാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. ട്രാം ഞാനിവിടെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ട്രാമിൽ പോകാന്ന്. അങ്ങനെ നമ്മൾ കോയിൻ മാത്രമേ എടുക്കാൻ പറ്റൂ. കോയിൻ ഇട്ടിട്ട് നമ്മൾ ഇതാക്കണം. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ കാണാൻ വേണ്ടി പോവാണ്. മെയിൻ ആ ഒരു മദീന സ്ട്രീറ്റ് കാര്യങ്ങളൊക്കെ, ഓൾഡ് സ്ട്രീറ്റ് എല്ലാം. ലിഫ്റ്റ് അടിച്ചു, ലിഫ്റ്റ് കിട്ടിയില്ല. ടാക്സി വെയിറ്റ് ചെയ്തു, ടാക്സി കിട്ടിയില്ല. ടാക്സി ഇത്ര നേരം ഉണ്ടായി. ടാക്സി ലിഫ്റ്റ് അടിക്കുമ്പോൾ ലിഫ്റ്റ് അടി നിർത്തിയപ്പോൾ ടാക്സി ഇല്ല. അപ്പോൾ പിന്നെ ട്രാമിൽ പോവാന്ന് വിചാരിച്ച്. റൈറ്റ്, Taxi hates us now. നമ്മളിതാ ട്രാമിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അതാ അവൾ ഓപ്പോസിറ്റ് ഇരിക്കുന്നു. അപ്പം നമുക്ക് ഇവിടെ എല്ലാം ഇങ്ങനെ കണ്ടിട്ടെല്ലാം പോവാട്ടോ. ഞാനിവിടെ വന്നിട്ട് ട്രാമിൽ കയറണം എന്ന് വിചാരിച്ചു. പിന്നെ ഒരു മൂടുണ്ടായില്ല. ബാഗെല്ലാം വലിച്ചിട്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാവുകൊണ്ട് കയറിയില്ല. ഇപ്പൊ സെറ്റ്. സോ നമ്മളിതാ ഇവിടെ മെട്രോയിലെല്ലാം ട്രാമിലെല്ലാം ഇറങ്ങി. This is a place we can see it and you show me the places. This place, tourists come here, and they feed these birds, Yeah. and they can't be afraid. They can't be afraid of you, and they take pictures here. And every Kazakh girl, boy or girl with their kids, they have pictures here. If you come Kaza and you don't take pictures here, like you didn't came, you know? Oh, okay. Casablanca na casa. Yeah. Casa. They call casa. In Spain, Spanish, casa is home. Yeah, it's the White House. Why it's called the White House? Because all the houses here in Casablanca, they are in white. So when colonizer came here, they saw everything is white, so they call it just the White House. Okay. White. Somebody told me, but that time I didn't understand. Yeah. But when you said, I understand. Yeah. I just want to make it. ഞാനിതാ ഇതിന് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടാ. Like this. Do your hands like that. Take. They're coming. Wait. Yeah, they're coming. That is zoom in that. Zoom. That one. That's so funny. Picture. Oh. La. It's so beautiful. Wow. Eat. What they're eating? See? Ooh. Eat. You can eat lots of food. നല്ല രസമാണ് കേട്ടോ ഇതിനെല്ലാത്തിനും ഇങ്ങനെ ഓടിക്കാനായിട്ട്. ഓടിക്കാൻ അടിപൊളിയാണ്. നല്ല രസമാട്ടോ ഇങ്ങനെ ഓടിക്കാൻ. ആ കാണുന്നത് ഇവിടുത്തെ ചേർച്ചാണ്. പണ്ട് ഫ്രഞ്ച് കോളനി ആണല്ലോ ഇത്. അപ്പോൾ അവർ നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇപ്പം അതൊരു മ്യൂസിയം ആയിട്ടാണ് കേട്ടോ ഉള്ളത്. സോ നമ്മളിത് അവിടുന്ന് നെക്സ്റ്റ് സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നു പോവാണേ. അപ്പോൾ ഇവിടെ എല്ലാം പല സ്ഥലങ്ങൾ കാണുന്ന സമയത്തും ഫ്രാൻസിലും യൂറോപ്പിലൊക്കെ ഓരോ സ്ഥലങ്ങൾ പോലെ തോന്നും കേട്ടോ.
ഇതുവഴി നടക്കുന്ന സമയത്ത് എനിക്ക് ശരിക്കും തോന്നുന്നത് ഇറ്റലിയിലെ മിലാനിലുള്ള സ്ഥലം പോലെ കുറെ ട്രാമിന്റെ ഇതും കണ്ടോ, ട്രാമെല്ലാം ഇതുവഴി ഇങ്ങനെ വരുന്നു. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അന്ന് മഴ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ നിന്നില്ലായിരുന്നു. ബിൽഡിങ്സ് ആണെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ. മൊറോക്കോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബട്ട് ദ ഷേപ്പ് ഇസ് ഡിഫറെന്റ്. Yeah. هذه الكفتة. You want meat or you want shrimp? Shrimp. أعطيها الحوت. How much? It's one I would pay. No, how much? Tell Antonio. How I much would it pay. is? It's 4 and this is 5, but I would. الله يفرحكم وبنيت. آمين. يعطيكم من نشطة حبايب وبنيت. Shrimp? It's a shrimp? Yeah, it's shrimp. It's like you have to show Five? this. 5 means La, Indian it's- rupee 50. It's 40 rupees. Okay, 40 rupees. She paid. It's not too much. എൻ്റെ പൈസ ഉണ്ട് ഓൾറെഡി. തീരാനായപ്പോൾ മൊത്തം ഞാൻ തീർത്തിട്ടേ പോകുന്നുള്ളൂ. It's like samosa, but it's the Moroccan way. It's different. There is Yeah. no potato here. Your friend? Not my friend, my aunt. Aunt. Give me 1 second. അവരുടെ ആന്റിയാന്ന് പറയുന്നത്. ഓക്കെ. ഹായ്. I also have. You good? Yeah, good. You enjoying your day? Yeah, I'm good. She's the one you talked with her yesterday. Yeah, She's the one you talked with her yesterday. Yeah, she can't believe. Same person. When? Yesterday at the car. Oh, okay. But now she changed the dress. Yeah. ഞാൻ ഇന്നലെ വീഡിയോ കോളിൽ സംസാരിച്ചാണ്. എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. ഷോളൊക്കെ ഇട്ട് കവർ ചെയ്തോണ്ട് എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല കേട്ടോ. Samosa is having potato in it, right? And It depends. right? Depends. This one is having like noodles, and we do shrimps, and we do fish, and the other kind it's meat, like This all noodles. It's Chinese noodles we call it. Yeah. But it's not weird. It's beautiful, and we do a lot of pepper, and that's beautiful. And we another one This with is meat? No, not meat. This is with the flavor of fish. I didn't feel. This is good. What? Same. I don't know, because for us it's obvious. And there's one with meat, and this one with meat. It's also like obvious more than this. But I you prefer see? this. It's fine. My all. It's fine. You see here, it's the calamar. You know calamar? Yeah. Yeah. So you can find some. Yeah. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നൂഡിൽസ് ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടോ സമൂസ. നമ്മളത് ഇതുവഴിയെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയുണ്ടോ സമൂസ എല്ലാം കഴിച്ചിട്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ്. സമൂസ ലുക്ക് മാത്രമേ ഉള്ളൂ, സമൂസൻ്റെ ടേസ്റ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അവിടെ ഒരു റെഡ് കളറിലെ ഡ്രസ്സ് ഇട്ടേക്കുന്നുണ്ടോ, അതെന്താന്ന് ഞാൻ അവളോട് ചോദിക്കുമായിരുന്നു. വാട്ട് ഈസ് ദാറ്റ്? Like Tell me. I saw in Marrakesh everywhere. It's this men they sell water, and this with a traditional way, it's old way that they take a sheep skin and they dry it in the sun for too long, and they take it and they make it like a bag and they put water in it, and this make it too cold and it's safe for long time. And yeah, now we still have this tradition and we give water still with it. So inside that sheep bag, it's water. Just Yeah. normal water? Yeah, because Okay. we clean it goodly. We put it under the sun, so it's not dirty or something. It's good. Yeah. So you can drink from it. But and you it's have in always- your home? No, we don't have it. It's just like in the street, guys in the street. But it was before. Before. 'Cause before people they take just from a river or something, so they can't they can't let water a lot in their house. So they discovered this way, so they can leave the water stay more with them, and it doesn't root and doesn't give a smell. Yeah, I understand. I saw in Marrakesh. I was trying to take a video, and suddenly he was asking money. You have to give 1 dirham to drink water. No, not for drink water. I'm saying without just money. taking video. Yeah, I was just taking like this video. Then suddenly he just start asking money. Then I just stop it. In
In countries You can explain more about Morocco because I know many things, but still I have lots of doubt. But I didn't met anyone who speak English, so very easy to understand everything. Like whenever you see something, you Yeah. want explanation. Exactly, I will and do whatever I want. no spam. Nobody no can't. spamming. Yeah, There is nobody no 50 can't. dirham for the lipstick. യെസ് എക്സാക്ട്ലി. ഇവിടുത്തെ ആ മൊറോക്കോ ലിപ്സ്റ്റിക്ക് ഞാൻ അന്ന് അവിടെ ചോദിച്ചു 50 ദിർഹം പറഞ്ഞു. അതെനിക്ക് ഇവിടുന്ന് വാങ്ങണം, ട്രൈ ചെയ്യണം. السلام عليكم. عفاك شحال داير المطليه؟ 10. It's 10 dirhams. 10. You want it now or But still, the good quality one we have to. It's good because it's dark a bit, you see? It's dark. So you want to buy it now or leave it? Yeah, that's what I'm thinking. We'll get more good one or we will check and we'll check, of course. Yeah. Come. Yeah. Oh, it was in my face. And this is tagine, small tagine. Okay. We put olive in it and we put oil in it. Which one you like it? Which one you like it? You want to buy something? I want to buy one for you for Morocco so you can remember me, but not now. I want to buy one thing for you. I don't want. I want it to go. If you like me, you will like take it. Yeah, that's it. No other don't know, words. but No like- other words. شحال دايرين No, لك كل that's حاجه في الثمن. So tell me which one you like and I will tell which one I like. Okay. هادو she said എൻ്റെ ഓർമ്മക്ക് ഞാൻ എന്തെങ്കിലും കൊടുക്കണം. like you want to buy something from here like for me and you both of us. Yeah. You like this or this like for to save for with you? I will wear here. Yeah. hands. I wanna add it for you. I don't know. Let me think. ഞാൻ നോക്കട്ടെ കേട്ടോ, നോക്കിയിട്ട് മേടിക്കട്ടെ. ഇവിടെ നോക്ക്, ഇങ്ങനത്തെ ഒരു സാധനം നമ്മൾ ഒരേപോലത്തെ മേടിക്കാം കേട്ടോ, ട്വിന്നിങ് ആയിട്ട്. അപ്പോൾ രണ്ടുപേരും ഓർക്കാൻ സെയിം ആയിട്ടുള്ള മേടിക്കാം. ചെക്ക് ദിസ് then same it's better. That's good. ഇവിടെ ഓരോന്നും നമുക്ക് കണ്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. സോ എന്താ പറയുക, ഇതിൻ്റെ കണ്ടിന്യൂറ്റി വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണാം. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.